ഇത് ഞാനിപ്പോൾ ഒരു ഗ്രാമപ്രദേശത്ത് വന്ന് നിൽക്കുകയാണേ. കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുന്നു. ഇത് ഈ എന്താ പറയുക, കുംഭകോണം വന്നു കഴിഞ്ഞാൽ തിരുഭുവനം പട്ടെന്ന് പറഞ്ഞിട്ടൊരു പട്ടുണ്ട്, സിൽക്ക് തിരുഭുവനം പട്ട്. ഇതൊരു കോട്ടേജ് ഇൻഡസ്ട്രി പോലെ വീടുകളിലാണ് അത് നെയ്യുന്നത്. അപ്പോൾ ഈ ധാരാസുരം വരുന്ന ഈ ഒരു റോഡിൽ തന്നെ നമ്മൾ ധാരാസുരത്തിൻ്റെ അടുത്ത് കൂടി സഞ്ചരിക്കുവാണ്. അപ്പോൾ ഈ പട്ട് ഇവിടെ നെയ്യുന്ന കുറേ വീടുകളുണ്ട്. ഈ ഒരു വീട്ടിൽ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ ഇവിടെ വന്നാൽ മതി. ഇവിടെ എല്ലാ വീടുകളിലും ഇതൊക്കെയാണ് അവരുടെ ഒരു എന്താ പറയുക, കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞില്ല, നമ്മുടെ വീട്ടിലെ ഒരു കൈത്തൊഴിൽ പോലെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ പോവാം. ഓക്കെ, ഇത് തിരുഭുവനം പറയുന്ന സ്ഥലത്തും അത് അവിടെയും നെയ്ത്ത് ആൾക്കാർ, അത് അവിടെയും ആൾക്കാർ ചെയ്യും. ഇവിടെ തിരുഭുവനം പട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തിരുഭുവനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം. അതേ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഉണ്ടാക്കി അവിടെ കൊടുക്കും അല്ലേ? നമസ്തേ. டோட்டலாக வந்து 6 வீவர் இருக்காங்க கிட்ட. அது எവിടെ செய்யணும்? அது இங்கே ஒரு 15 கிலோமீட்டர் தாண்டி நான் வீவிங்லாம் கொடுத்துருக்கேன். ஓஹோ, த்ரெட் எல்லாம் கொடுத்துருக்கேன். அவங்க கொண்டு கொடுத்துருவாங்க. ஓகே ஓகே, நாங்கள் லேபர் சார்ஜ். ஓகே, മനസ്സിലായി. அது ஒரு நாளுக்கு முன்னாடி 200 வீவர்ஸ். ஓஹோ, இப்போ இல்லை இல்லை, இன்னும் 10 வருஷம் போனால் வீவரே இருக்க மாட்டாங்க. இப்போ വീവേഴ്സിനെ കിട്ടാനില്ല അല്ലേ? வீவர்லாம் வேற வேலைக்கு പോകാൻ ആരംഭിച്ചു. ஒன்றும் பிரயோஜனம் இல்லை. അയ്യോ, അവർക്ക് അധികം ലാഭമില്ല ഈ വീവേഴ്സിന്. അവർക്ക് കൂലിയെല്ലാം കിട്ടുന്ന കുറവല്ലേ, അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇവിടെ ചെയ്യുന്നു. ഇത് കൂടാണ്ട് ഇതൊരു തറിയാണ്. പക്ഷേ ഇതിനടുത്തുള്ള കുറേ ആൾക്കാർക്ക് ഇവർ നൂലൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ വീടുകളിൽ വെച്ചിട്ടുണ്ട്, ഒരു 6-7 സ്ഥലത്ത്. അവർ ഇതുപോലെ നെയ്ത് ഇവിടെ കൊണ്ട് കൊടുക്കും. അപ്പോൾ ലേബർ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തിരുഭുവനപ്പട്ട്. തിരുഭുവനം ഊര് ഇവിടുന്ന് എത്ര ദൂരം? ഇവിടുന്ന് ഒരു 10 കിലോമീറ്റേഴ്സ്. അവിടുത്തെ പട്ടാണ് ഇങ്ങനെ ഫേമസ് ആണ്, തിരുഭുവനം പട്ട്. പക്ഷേ ഇവിടെ നിന്നൊക്കെ തന്നെയാണ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ധാരാസുരം, തിരുഭുവനം ആ ഭാഗത്തും കുറേ ഇതുപോലെയുള്ള വീടുകളൊക്കെ ഉണ്ട്. ഉണ്ടാക്കിയിട്ട് ഇവർ ഇവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് ഹോൾസെയിലായിട്ട്. ഐ മീൻ അവർ മറ്റേ മിഡിൽ മാൻ ഇല്ലാതെ ഡയറക്റ്റായിട്ട് ഇവരുടെ അവിടെ നിന്ന് വന്ന് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ. ഇതാണല്ലേ തിരുഭുവനപ്പട്ട് പറഞ്ഞാൽ? ഓഹോ, നോക്കൂ, ഇങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ തിരുഭുവനപ്പട്ട്. ഇതെന്നെ വില വരും എന്താ സാരിക്കെല്ലാം? 1500 അല്ലേ? ഇത് പ്യുവർ സിൽക്ക് അല്ല? സിൽക്ക് കോട്ടൺ. അപ്പോൾ പ്യുവർ സിൽക്ക് ഇവിടെ കിടക്കുമ്പോൾ ഉള്ളായിരിക്കാം. ഓക്കെ, ഇത് സിൽക്ക് കോട്ടൺ. ഇതും കുറേ കളക്ഷൻ ഉണ്ട്, നോക്കാം. യെസ്, കാണാം, സാരി കാണാം. ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്ന് വാങ്ങുമ്പോൾ അതൊരു സന്തോഷമാണ്, കുറച്ച് ലാഭമാണ്. ഇതെല്ലാം പ്യുവർ സിൽക്ക്. ടെമ്പിൾ ബോർഡർ. യെസ്, തിരുഭുവനപ്പട്ട്. ഇത് കുംഭകോണം വന്നാൽ വാങ്ങാൻ പറ്റുന്ന കാര്യമാണ്. ഇത് വൺ സൈഡാ ബോർഡർ? ഓഹോ, ഇതൊക്കെ എന്നാ വില? 7000. ഓക്കെ, ഷോപ്പിലാവുമ്പോൾ പിന്നെ പൈസ ആവുമോ? ഒരു 8500 ആവും. ഓക്കെ, ഇതെല്ലാം ആ റേഞ്ചാ? എല്ലാം 7000-ൻ്റെയൊക്കെ പ്യുവർ സിൽക്ക്. ഇത് 2 ഡബിൾ ബോർഡർ, ടെമ്പിൾ ഡിസൈൻ. ഓ, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് ഒരു യെല്ലോ ആൻഡ് മെറൂൺ ബോർഡർ. എല്ലാ റേഞ്ചിലും ഉണ്ടോ? ഇതൊക്കെ എന്ത് റേഞ്ചാ? 8000 അല്ല? ഇതെല്ലാം കൂടിയ റേഞ്ച്. കൊഞ്ചം താഴെയുള്ള റേഞ്ച് ഉണ്ടോ? സിൽക്ക്, പ്യുവർ സിൽക്കിൽ ഏറ്റവും മിനിമം ഏതാണ്? സ്റ്റാർട്ടിങ് 6000 ആണ്. പ്ലെയിൻ, കസവൊന്നുമില്ല? അയ്യോ, ഡിസൈൻ ഒന്നും ഇല്ലാതെ പ്യുവർ സിൽക്ക്. ഇതിന് 6000. ഓഹോ, സ്റ്റാർട്ടിങ് പ്രൈസ്. ബോർഡറൊക്കെ വരുമ്പോൾ പിന്നെ കുറച്ചുകൂടെ കൂടും. 8000. ഇതും 2 സൈഡും ബോർഡർ ഉണ്ടോ? ഇതെല്ലാം 1 സൈഡ് ബോർഡർ. എല്ലാം 1 സൈഡാ? ഓഹോ, അത് എന്താ അങ്ങനെ? ഓ, അങ്ങനെയാണല്ലേ. തിരുഭുവനപ്പട്ട് ഒള്ളി 1 സൈഡ് ബോർഡർ. ഓ, അത് അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റി. അപ്പോൾ തിരുഭുവനപ്പട്ട് ഒള്ളി 1 സൈഡ് ബോർഡർ. പല കളർ കോമ്പിനേഷൻ. ഇത് കസവില്ലല്ലോ, ഇത് കുറയും അല്ലേ? ഇത് 6000. പ്ലെയിൻ ഡബിൾ കളർ ഉണ്ട്. പക്ഷേ പല്ലു ഇസ് ഒരു പീകോക്ക് ബ്ലൂ. ഇതൊരു ഡബിൾ ഷെയ്ഡ്. അതൊരു പിങ്ക് ആൻഡ്
ഓ ഓ ഒരു മറൂൺ റെഡിഷ്. ഇതാണ് തിരുഭുവനപ്പട്ട് എന്ന് പറയുന്ന പട്ട് സാരി. ഞാൻ തിരുവോണം തിരുഭുവനപ്പട്ട്. കാഞ്ചീപുരം അത് കഴിഞ്ഞാൽ പിന്നെ കാഞ്ചീപുരം. സിൽക്കെല്ലാം ഒന്നുതാണ്. സിൽക്കെല്ലാം ഒന്ന് തന്നെ, ഓരോ സ്ഥലത്തിൻ്റെ വ്യത്യാസം. ത്രെഡ് ഒന്നുതാണ്. എല്ലാവർക്കുമേ ബാംഗ്ലൂരിൽ ത്രെഡ് ത്രെഡ് എല്ലാം ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. എല്ലാവർക്കുമേ എല്ലാവർക്കും കാഞ്ചീപുരം ആണെങ്കിലും എവിടെ. എല്ലാവർക്കും ബാംഗ്ലൂരിൽ ത്രെഡ്. ഓക്കെ ഓക്കെ. ரெட் ஒயிட் கலர்ல வரும். വൈറ്റ് ഡൈ ചെയ്യണം അല്ലേ? டை பண்ணணும். പല പല കളേഴ്സ്. நானே பண்ண முடியாது. டை பண்றதுக்கு தனியா ஒரு இடம் இருக்கு. 50 சாரி 100 சாரி அந்த மாதிரி அவங்க பண்ணுவாங்க. டை பண்ணுவாங்க. അത് ആര് ചെയ്യും ഡൈയിങ്? அது இப்போ வந்து கும்பகோணத்துல இருக்கு. കുംഭകോണത്തിൽ ഡൈയിങ് പ്ലേസ് ഉണ്ടോ? കൊടുത്താൽ കളർ ചെയ്ത് കൊടുക്കും. நாங்க வந்து நூல் கொடுத்துருவோம். നൂല് കൊടുക്കും. അപ്പോൾ വൈറ്റ് നൂല് കൊടുത്തിട്ട് കളർ ചെയ്ത് വാങ്ങിക്കും. കുംഭകോണത്തിൽ അങ്ങനത്തെ സ്ഥലമുണ്ട്. പല പല കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യും അല്ലേ? கலர் செலக்ட் பண்ணிக்கலாம். இந்த கலர் அந்த കളർ എല്ലാം ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീവ് ചെയ്യും. യെസ്, അതാണ് പരിപാടി. അപ്പോൾ പല റേഞ്ചിലുണ്ട്, പക്ഷേ എല്ലാത്തിനും വൺ സൈഡ് ബോർഡറാണ്. അതാണ് തിരുഭുവന പട്ടിൻ്റെ പ്രത്യേകത. അതിവിടെ വന്നപ്പോഴാണ് മനസ്സിലായി. ഇത് നോക്കിയാൽ നല്ലൊരു സോഫ്റ്റ് കളർ, ഒരു ഗ്രേ ആൻഡ് പിങ്ക്. ഇറ്റ്സ് നൈസ്. ഇതെല്ലാം 6. ഇത് 6000 അല്ല 7. ഇതെല്ലാം 7. ഇത് പ്ലെയിൻ സാരി ആണെങ്കിൽ ഡബിൾ ഷെയ്ഡ് ആണെങ്കിലും കസവൊന്നും ഇല്ലെങ്കിൽ 6000. ഇതെല്ലാം 8000 ആ റേഞ്ച്. പല നല്ല വൈബ്രൻറ്റ് കളേഴ്സ് നോക്കിയാൽ ബ്യൂട്ടിഫുൾ. എല്ലാം കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മൾ കടകളിൽ കൊടുക്കും അല്ലേ, റീറ്റെയിലേഴ്സിന്. ഇവിടെ വന്ന് വാങ്ങിയിട്ട് പോകുമാ? ഓഹോ, ടൂറിസ്റ്റുകളും വരും, ഇതുപോലെ അറിഞ്ഞിട്ട് വരും, ഇവിടെ കൊണ്ടുവരും. അവരുടെ ടൂറിസ്റ്റുകളെ ഗൈഡുകൾ ഇങ്ങനെ കൊണ്ടുവരും, അപ്പോൾ അവരും മേടിക്കും. പീകോക്ക് ബ്ലൂ, വെരി ബ്യൂട്ടിഫുൾ കളർ. സി 8000. 7000. ഓ, ബോർഡർ ചെറുതായതുകൊണ്ട് 7000 ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇതിൽ ഒരു സൈഡ് തന്നെ ഉള്ളൂ ബോർഡർ. എല്ലാത്തിനും അങ്ങനെ തന്നെ, ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. യെസ്, നല്ല കളർ. ഓക്കെ, ഇത് കല്യാണത്തിനൊക്കെ ഇടും. ബ്രാഹ്മിൻ കല്യാണം. നല്ല വൈബ്രൻ്റ് ഓറഞ്ച് ആൻഡ് ബ്രൗൺ. ഇത് വീതി കൂടിയ ബോർഡർ ആണെങ്കിൽ 8000 അല്ലെങ്കിൽ 7000. ചെറിയ ബോർഡർ ആണെങ്കിൽ, ഒരു ബോർഡറും ഇല്ലാന്നുണ്ടെങ്കിൽ കസവയില്ലെങ്കിൽ 6000. അപ്പോൾ ഇത് വെഡ്ഡിങ് സാരീസ്. ഓ, നല്ല വെയിറ്റ് ഉണ്ട്. അയ്യാ, അത്ര വെയിറ്റ്? വെയിറ്റ് ഉണ്ട്. ഓക്കെ, ഇത് അത് ലൈറ്റ് വെയിറ്റ്. ഇത് സാരി ലൈറ്റ് വെയിറ്റ്. ഇതൊക്കെ വെഡ്ഡിങ് സാരീസിനൊക്കെ എന്നെ റേഞ്ച്. ഇത് ഫുള്ള് ചെറിയാണല്ലോ. ഇതൊക്കെ എത്ര രൂപയുടെ? 20000. ഓ, അത്രേ ഉള്ളൂ. 20,000. ഫുൾ ബൂട്ടാസ് ആൻഡ് ജെറീസ്. യാ, പ്യുർ സിൽക്ക്, പ്യുർ ജെറി. ജെറി പ്യുർ ജെറി ടെക്സ്റ്റൈൽ. ജെറി ടെക്സ്റ്റൈലാ? ടെക്സ്റ്റൈൽ ജെറി. വെള്ളി ജെറി கிடையாது. വെള്ളിയില്ല. സിൽക്ക് வந்து ഇത് വെള്ളിയല്ല. വെള്ളി ജെറിയെ கிடையாது. ആഹാ, സിൽക്ക് പ്യുർ. സിൽക്ക് പ്യുർ, പക്ഷെ കസവ് ഒറിജിനൽ അല്ല. ഓ, അത് ഈ വിലയ്ക്ക് കിട്ടില്ല. ആ, 75,000 വരെ. അപ്പം ഇത് സംഭവം ഇത്രേ ഉള്ളൂ. ഇത് സിൽക്ക് മെറ്റീരിയൽ, പ്യുർ സിൽക്ക്. പക്ഷേ ഈ ജെറിയായിട്ട് വരുന്നത് ടെക്സ്റ്റൈൽ ജെറിയാണ്. അത് അല്ലാണ്ട് വെള്ളി ജെറിയല്ല, വെള്ളിയല്ല. വെള്ളിയിലൊക്കെയാണ് ഒറിജിനൽ ആയിട്ടുള്ള കസവ് ആണെങ്കിൽ 75,000 1,00,000 ഒക്കെ ആകും. അതാ വ്യത്യാസം. എங்கே കിടക്കും? ഓ, ഗവൺമെൻറ് மட்டுം. അതെവിടെ? ഇവിടെ ഉണ്ടോ? കുംഭകോണമൊക്കെ ഉണ്ടോ? ഇരിക്കെ. ഓ, അത് കള്ളം പറഞ്ഞാണ് എല്ലാവരും വിൽക്കുന്നത്. ശരിക്കുള്ള ജെറിയാണെന്ന് പറഞ്ഞ് ഇവിടെ സത്യസന്ധമായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. അത് നല്ല സാരി, ഓഫ് വൈറ്റ് ആൻഡ് ഗ്രീൻ. ബദാം കളർ. ഓ, ബദാമിൻ്റെ കളർ. യെസ്, പച്ച നൈസ് സാരി. ഇതെല്ലാം വൺ സൈഡാണ് കേട്ടോ. ഒരു സൈഡിലേ ഉള്ളു ബോർഡർ, ഒരു സൈഡിൽ ബോർഡറില്ല. ഇത് അത് തന്നെയാണ് ഇവിടുത്തെ തിരുഭുവനം പട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ധാരാസുരം. പക്ഷേ ഇത് പ്രൊഡക്ഷൻ ഇവിടെയും നടക്കുന്നുണ്ട്, ധാരാസുരത്ത്. കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, കോമ്പിനേഷൻസ് ഗംഭീരം. എല്ലാം ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സ്. തത്തപ്പച്ച ആൻഡ് ഓറഞ്ച്.
തീപ്പെട്ടി കളർ, വയലറ്റ് വിത്ത് ഓറഞ്ച്. സൂപ്പർബായിട്ടുള്ള ഒരു കോൺട്രാസ്റ്റാണ് എല്ലാത്തിനും. പണ്ട് നമ്മളെല്ലാം ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പട്ടുപാവാട ഉണ്ടാവുമല്ലോ, പട്ടുപാവാടയുടെ ഒരു പാറ്റേൺ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പട്ടുപാവാട ഇതുപോലത്തെ നല്ല വൈബ്രൻറ്റ് കളേഴ്സിലാണ്. താഴെ കസവും മുകളിലോട്ട് കസവ് വേണ്ടല്ലോ, പട്ടുപാവാട കൊടുക്കുമ്പോൾ ഇത് താഴെ വരും. ഭയങ്കര രസമാണ്. മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ്, പിന്നെ ഹാഫ് സാരി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ ഒരു ടൈപ്പ് ഓഫ് ഒരു സാരീസാണ് ഇതെല്ലാം. വെരി നൈസ് കളക്ഷൻ. പിന്നെ വില കുറഞ്ഞത് സെമി, അത് സിൽക്ക് കോട്ടൺ അതെല്ലാം അവിടെ. എന്ത് കോട്ടൺ, പ്യുവർ കോട്ടൺ 1800, സിൽക്ക് മിക്സ് 1600 തൊട്ട് തുടങ്ങാം. ഓക്കെ. ഇപ്പോൾ പർച്ചേസ് പ്ലാനൊന്നും ഇല്ല. കുറേ സാരി ഞാൻ അവിടെ നിന്നൊക്കെ വാങ്ങുന്നുണ്ട്, തൽക്കാലം വേണ്ട. ഓക്കെ. ഇതിപ്പോൾ ഒരു സാരി ഉണ്ടാക്കാൻ ഒരാഴ്ച എടുക്കും അല്ല, ഒരാൾ നെയ്ത് തുടങ്ങിയാൽ. ആ ആളിന് കൂലി കൊടുക്കേണ്ടി വരിക എത്ര കൊടുക്കും? 2000 രൂപ കൂലി കിട്ടുള്ളൂ. ഇത് ഒരാഴ്ചത്തെ മെനക്കേട്. ഓക്കെ. അപ്പോൾ കൂലിക്ക് ആളുകൾ ചെയ്യുകയാണെങ്കിൽ അവർ വിചാരിക്കും അവർ വീട്ടിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരാഴ്ച ജോലി ചെയ്താൽ 2000 കിട്ടുള്ളൂ. ഇപ്പോൾ അല്ലാതെ ഡെയിലി വേജസിന് പോയാൽ 1000 രൂപ മിനിമം കിട്ടും. ഇവിടെയല്ല, പുറത്തൊക്കെ പോയാൽ അല്ലേ. പക്ഷേ ഇവിടെ കുംഭകോണമൊക്കെ 400 ഒക്കെ കിട്ടുള്ളൂ അല്ലേ സാധാ ജോലിക്ക്, പെർ ഡേ കൂലി. ഓക്കെ. എന്നാലും ഇത് ഒരാഴ്ച കൊണ്ട് 2000 അല്ലേ കിട്ടും. പിന്നെ കോട്ടൺ ഹാൻഡ്ലൂം സാരീസിനൊക്കെ എന്താ കൂലി കൊടുക്കും? കാര്യം ഇപ്പോൾ 1500 രൂപയുടെ സാരി. ഓക്കെ. അത്രേ ഉള്ളൂ. അത് എത്ര സമയം എടുക്കും അവർക്ക്? ഒരു നാളിൽ ചെയ്യാം അല്ലേ? ഓ, അത് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഈ മിക്സ്? ആ, മറ്റത് അപ്പം മിക്സിനും അതല്ലേ വില? അതായത് എന്താ പറയുക, കോട്ടൺ സിൽക്ക് സാരി എല്ലാം 4 days എടുക്കുമോ? എടുക്കും. അപ്പോൾ എത്ര രൂപ കൊടുക്കും? അത് അതിൻ്റെ വില എത്രയല്ലേ ഉള്ളൂ? സാരി വില, സാരിയുടെ വില. അപ്പോൾ കൂലി എപ്പോൾ കൊടുക്കും? എത്ര കൊടുക്കും? 300 രൂപ കൊടുക്കും. ആലോചിച്ച് നോക്കൂ. ഒരു എത്ര 4 ദിവസം വർക്ക്, 2-3, ചിലപ്പോൾ 2-3 ദിവസം, ചിലപ്പോൾ ഒരു ദിവസം ചെയ്യും. എന്തായാലും 300 രൂപ കിട്ടുള്ളൂ. അപ്പോൾ ഇവരുടെ ലാഭം ആലോചിച്ചു. അത് ലാഭമൊക്കെ കുറവാണ്. അപ്പോൾ 300 രൂപ കൂലി, പിന്നെ ഇത് നൂലിൻ്റെ വില, പിന്നെ മെനക്കേട്, അധ്വാനം. അതുകൊണ്ട് ആൾക്കാരിങ്ങനെ കുറഞ്ഞു വരുന്നെങ്കിൽ ഈ ഉണ്ടാക്കുന്ന ട്രഡീഷണലായിട്ട് വീവ് ചെയ്യുന്ന ആൾക്കാർ. ഇത് മോനാ? ഓക്കെ. സാർ എന്നാ ചെയ്യുന്നു? എഞ്ചിനീയറിംഗ് പഠിച്ചിരിക്കുക? ഫിനിഷ് ആയോ? സെക്കൻഡ് ഇയർ. ആഹാ. എവിടെ പഠിക്കുന്നു? കുംഭകോണം. ഓക്കെ. ഓക്കെ. ഓ, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആഹാ. ഓൺലൈനൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും അല്ലേ? ഇൻസ്റ്റാഗ്രാം, അതിൻ്റെ പ്രൊമോഷൻസ്, സോഷ്യൽ മീഡിയ. ഓക്കെ. അപ്പോൾ ഇത് JN സിൽക്ക് സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. JN എന്ന ജയറാമൻ. ഓക്കെ. നന്നമ്മാൾ. ജയറാമൻ നന്നമ്മാൾ. ഓ, അങ്ങനെ. അപ്പാ പേര് അമ്മ. യെസ്. JN സിൽക്ക് സെൻറ്റർ. ഇത് സ്ഥലം നമ്മൾ ധാരാസുരം, കുംഭകോണത്തിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മതി ഇവിടെ വരാൻ. 15 ഇല്ല, 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ഉള്ളൂ. ഓക്കെ, ശരി. പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് അശോകൻ അല്ലേ? KJ അശോകൻ. മകൻ്റെ പേര് ശരൺ. അപ്പം നെക്സ്റ്റ് ജനറേഷൻ കയറി കഴിഞ്ഞു ഹെൽപ്പ് ചെയ്യാൻ. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. എഞ്ചിനീയറിംഗ് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതവിടെ ഇരിക്കട്ടെ. ബിസിനസ് കൊണ്ടുപോകാൻ ആൾ വേണമല്ലോ. പിന്നെ ഫോൺ നമ്പേഴ്സ്, അതെ, ഫോൺ നമ്പറെല്ലാം ഇതിലുണ്ട്. ഇവർക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട് അല്ലേ, എല്ലാം വെബ്സൈറ്റ് ഉണ്ട്. JN യൂട്യൂബും ഉണ്ട്. ഓക്കെ. JN സിൽക്ക് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ആർക്കെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കുംഭകോണം വരുമ്പോൾ ഇവിടെ വരൂ, വന്ന് നോക്കൂ. ധാരാസുരം, ഇവിടെ ഒരു ടെമ്പിളുണ്ട് ധാരാസുരം, അതിനടുത്ത് തന്നെയാണ്. ഇതിൽ നമ്പർ കൊടുത്തിരിക്കുന്നത് 9444888115.
ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതൊന്ന് മെൻഷൻ ചെയ്യാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാമല്ലോ. ഇത് ഹാൻഡ്ലൂം ആണ്. ഇത് എന്നാ ജെറി? ഡ്യൂപ്ലിക്കേറ്റ് നൂല്. நூல் எடுத்தால் தான் காட்டன் தான். காட்டன் த்ரெட். காட்டன் த்ரெட் தான். வெரி குட். അപ്പോൾ ഇതോ? இது வந்து ஜரி வந்து நம்ம இது தேய்ச்சி பார்த்தா தான் சிலேட்டில் இது ஜரி எடுத்து ഒറിജിനൽ ജെറി ആയിരിക്കില്ല, കാര്യം വലിയ വിലയുള്ള സാരി അല്ല. ഇത് ഹാൻഡ്ലൂം സാരി. അപ്പോൾ ഇപ്പം സന്ധ്യയായി, നേരം ഇരട്ടി, സൺസെറ്റ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ സന്ധ്യാസമയമായി കഴിഞ്ഞാൽ സൺസെറ്റായി, അവിടെ ആകാശമൊക്കെ ബ്യൂട്ടിഫുൾ ഒരു ഓറഞ്ച് ഷെയ്ഡ്. ഇവിടുത്തെ ഗ്രാമമാണല്ലോ, അപ്പോൾ ലേഡീസൊക്കെ വീട്ടിലെ വെളിയിൽ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പുറമൊക്കെ ഉള്ളവർ വന്നിരുന്ന് സംസാരിച്ചൊക്കെ ഇരിക്കുന്നു. രാമനാമമൊക്കെ ജപിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്തായാലും രസകരമായിരുന്നു ഇന്നത്തെ ദിവസം. കുംഭകോണം വിട്ട് കുറച്ച് സഞ്ചരിച്ചു, 20 കിലോമീറ്റേഴ്സോളം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. അപ്പോൾ തീരുന്നില്ല കുംഭകോണം വിശേഷങ്ങൾ, ഇനിയുമുണ്ട്. ഞാൻ ഇനിയും തിരിച്ച് റൂമിൽ പോയി ഇച്ചിരി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വീണ്ടും ഇറങ്ങും രാത്രി കാഴ്ചകൾ കാണാനായിട്ട്. ഞാൻ വളരെ ഷോർട്ട് ട്രിപ്പിനാണ് വരുന്നത്, ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 4. അതിനിടയ്ക്ക് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യുന്നത് ആ ഒരു യാത്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ